Hi Cadets Zain, welcome back to my channel. Cadets ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആൻസർ കീ ഔട്ട് ആയിരിക്കുകയാണ്. അതായത് ഡിഫൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആർമി, നേവി, എയർഫോഴ്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കാര്യം പറഞ്ഞാൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ആൻസർ കീ ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യമായിട്ട് 2026 ആൻസർ കീ ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സിസ്റ്റം മുഖേന വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ മാർക്ക് എത്രയാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ആൻസർ കീ ചെക്ക് വിൻഡോ എന്ന് മുതലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ഗ്രൂപ്പിന്റെ ഈ ഒരു സിസ്റ്റം ഓപ്പൺ ആയതായിട്ട് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ആൻസർ കീ ചെക്ക് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഓപ്പൺ ആയത് എല്ലാവരും അറിഞ്ഞിരിക്കണം. മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ, ആദ്യമായിട്ടാണ് ഒത്തിരി കുട്ടികൾ ഈ തവണ എക്സാം എഴുതിയത് തന്നെ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നോക്കൂ കുട്ടികളെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആൻസർ കീ ഔട്ട് ചെയ്യുന്നത്. ഇത് മുഖേന നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്? സ്റ്റേജ് 2ലേക്ക് നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് അറിയാൻ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഉടനെ തന്നെ കട്ട് ഓഫ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികൾ, എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന്. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആവുന്നത് 31 മാർച്ചിനാണ്. അത് കഴിഞ്ഞാൽ 3rd ഏപ്രിൽ മുതൽ 5th ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീ വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാവുന്നതാണ് എന്നും പറഞ്ഞിട്ട് അതനുസരിച്ച് പ്രോപ്പറായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്നലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ചെയ്തിരുന്നു. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്കും ഇനി മുതൽ അങ്ങോട്ട് ആൻസർ കീ ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏപ്രിൽ 3rd ഓപ്പൺ ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 5th ഏപ്രിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യണേന്ന്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. നോക്കൂ കുട്ടികളെ, ഗൂഗിളിൽ ചെന്നിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ന്യൂ ഒഫീഷ്യൽ സൈറ്റ് ആണ്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എയർമാൻ കാണാം, അതുപോലെ തന്നെ അഗ്നിവീർ വായു കാണാം. നിങ്ങൾ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ആൻസർ കീ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യണം. മെഡിക്കൽ അസിസ്റ്റന്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കൂ കുട്ടികളെ, നിങ്ങൾ എയർമാനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ അഗ്നിവീർ വായു എക്സ് ആൻഡ് വൈ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കേഡറ്റ്സ്, ഇതനുസരിച്ച് നിങ്ങൾ ഏത് എക്സാമാണോ എഴുതിയത് അതനുസരിച്ച് നിങ്ങൾ മെഡിക്കൽ അസിസ്റ്റൻ്റ് എങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യണം. അതേപോലെ തന്നെ എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അഗ്നിവീർ വായു ആൻഡ് എയർമാൻ സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം പിന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾ യൂസർ ID, പാസ്വേഡ് ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്യാപ്ച കോഡും അതിനുശേഷം സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ്, ഹെൽപ്പ് ഡെസ്ക്, ഒബ്ജക്റ്റ് ഫോം, അതേപോലെ തന്നെ കാൻഡിഡേറ്റ് റെസ്പോൺസ്. ഇവിടെ നിങ്ങൾ ആൻസർ കീ അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് റെസ്പോൺസിലാണ്. അതിനുശേഷം ഇതേ രീതിയിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ഹിയറിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ അറിയാൻ പറ്റുന്നതായിരിക്കും. ഇതേ രീതിയിലുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ഡേറ്റ്, പിന്നെ നിങ്ങളുടെ ബാക്കി പേഴ്സണൽ അപ്ഡേറ്റ്സ് എല്ലാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ഏത് ഷിഫ്റ്റിലാണോ എക്സാം എഴുതിയത് ആ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസേർഡ് എന്ന് കാണിക്കും. അതേപോലെ തന്നെ തെറ്റാണെന്നുണ്ടെങ്കിൽ നോട്ട് ആൻസേർഡ് എന്നും കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണാം. അതായത് ക്വസ്റ്റ്യൻ ID, അതേപോലെ തന്നെ ഓപ്ഷൻ ID. ഇതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എങ്ങനെയാണ് ആൻസർ കീ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്കും കൂട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫൈനൽ സ്കോർ അറിയാൻ പറ്റും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന്. ക്ലിയർ? ഇനി ഒരു കാര്യം പറയാനുള്ളത്, നോക്കൂ കുട്ടികളെ, ഇവിടെ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണാം. അതായത് ഈ പറയുന്ന ഒബ്ജക്ഷൻ ഫോം. ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്താണ് ഈ ഒബ്ജക്ഷൻ ഫോം എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ആ തെറ്റ്, എങ്ങനെയാണ് ആ ശരി എന്ന് ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഷിഫ്റ്റിലാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. ക്ലിയർ? ഇവിടെ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആൻസർ കീ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സോഴ്സിൽ കൂടി ചെക്ക് ചെയ്യണം ഇതിൻ്റെ പ്രോപ്പർ ആൻസർ ഏതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങളുടെ ആൻസറും എയർഫോഴ്സിൻ്റെ ആൻസറും തമ്മിൽ ഡിഫറൻ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാവുന്നതാണ്. ഒബ്ജക്ഷൻ റൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 സോഴ്സിൽ ക്രോസ് ചെക്ക് ചെയ്യണം. ഗൂഗിളിൽ, മറ്റേതെങ്കിലും ബുക്കിൽ, അല്ലെങ്കിൽ റെഫറൻസ് ആർട്ടിക്കിൾ, അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾ ഒബ്ജക്ഷൻ ഫോം റൈസ് ചെയ്യാവുള്ളൂ. കാരണം അവിടെ പൈസ കട്ടാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ആൻസറാണ് കറക്റ്റ്, ഇന്ത്യൻ എയർഫോഴ്സ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആൻസറാണ് തെറ്റെന്ന്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഒബ്ജക്ഷൻ ഫോം റൈസ് ചെയ്യുന്നത്. നോക്കൂ,
അതേ രീതിയിൽ തന്നെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഒബ്ജക്ഷൻ ഫോമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഒബ്ജക്ഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നോക്കൂ, ഇവിടെയാണ് ഒബ്ജക്ഷൻ ഫോം. ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗോ ടു ആപ്ലിക്കേഷൻ കാണാം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് എക്സാം മെൻഷൻ ചെയ്യണം, ഷിഫ്റ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്യണം, ക്വസ്റ്റ്യൻ ഐ ഡി മെൻഷൻ ചെയ്യണം. ഏതാണ് ക്വസ്റ്റ്യൻ ഐ ഡി? ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഷെയർ ചെയ്ത ആ ക്വസ്റ്റ്യൻ ഐ ഡി എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതിയത് അതിവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ നേച്ചർ ഓഫ് ഒബ്ജക്ഷൻ, അതായത് നിങ്ങൾ ആ റേസ് ചെയ്ത ക്വസ്റ്റ്യനകത്തുള്ള മാറ്റർ എന്താണ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഒബ്ജക്ഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട്, റീസൺ നിങ്ങൾ കറക്റ്റായിട്ട്, ഇതാണ് പ്രോപ്പർ ക്വസ്റ്റ്യൻ, അതിൻ്റെ എവിഡൻസ് ഇതാണ്, എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. ക്ലിയർ? അതിനുശേഷം പിന്നെ നിങ്ങൾ എമൗണ്ട് ഇവിടെ കട്ടാവുന്നതായിരിക്കും. പിന്നെ ഡു യു വാണ്ട് ടു ആഡ് റിമാർക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. പിന്നെ നിങ്ങൾ ഡോക്യുമെന്റ് എക്സ്ട്രാ അപ്ലോഡ് ചെയ്യണം. ഏതാണ്? നിങ്ങൾ റീഡ് ചെയ്ത എവിടെ നിന്നാണോ റെഫറൻസ്, അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ആ ഒരു മെറ്റീരിയൽ കിട്ടിയത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ പറയുമല്ലോ നിങ്ങളുടെ ആൻസറാ കറക്റ്റ്, ഇവിടുത്തെ ആൻസറാ തെറ്റെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ പൈസ കട്ടാവുന്നതാണ്. അത് എത്രയാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക എത്രയാ പൈസ കട്ടാവുന്നതെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഈ ഒരു അപ്ഡേറ്റ്. ഇനിയും ദിവസമുണ്ട് നിങ്ങളുടെ കയ്യിൽ. നാളെ വൈകുന്നേരം വരെ ടൈമുണ്ട്. എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യുക ഇതേ രീതിയിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന്. ഇനി അങ്ങോട്ട് റിസൾട്ട് അപ്ഡേറ്റഡ് കാര്യങ്ങളും അതേപോലെ തന്നെ സേഫ് സ്കോർ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് സ്റ്റേജ് 2ലേക്കുള്ള സേഫ് സ്കോർ അപ്ഡേറ്റ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ തന്നെ കുട്ടികളെ 2026 എയർഫോഴ്സ് എക്സാം ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഈ എക്സാം പാസ്സാവും എന്ന് ഉറപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ SRTയുടെയും GDയുടെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രോപ്പർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ SRT ആൻഡ് GDയുടെ അപ്ഡേറ്റും. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെയും ആർമി റാലിയുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റണ്ണിങ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ നോക്കൂ, നിങ്ങൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. രാവിലെ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, അതിനുശേഷം പിന്നെ ക്ലാസ് ഉണ്ട്, പിന്നെ ഈവനിങ് ക്ലാസ് ഉണ്ട്. അതേ രീതിയിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഏതൊക്കെ ട്രേഡിൻ്റെ ക്ലാസ്സുകളിലൂടെ അവൈലബിൾ ആണ്? എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, WME, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ നേവി, SSR, MR, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഇതിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. എക്സാം എല്ലാം തന്നെ ഉടനെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുട്ടികളെ, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാ ട്രേഡിൻ്റെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റും എല്ലാ ദിവസവും കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതുപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.